ഇങ്ങോട്ട് വന്നേ. ഈ കരച്ചിൽ അടുത്തൊന്നും നിൽക്കുമെന്ന് തോന്നണില്ല കേട്ടോ. അമ്മാതിരി കരച്ചിലാണ്. തെരഞ്ഞെടുപ്പാണല്ലോ, അപ്പൊ കരച്ചിലിന്റെ ആ ഒരു കട്ടി കൂടും, കരഞ്ഞു മെഴുകും. സംഭവം ഒന്ന് ചുരുക്കി പറയാം. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിക്കപ്പെട്ട് മലയാളികളായ 2 കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന 2 കന്യാസ്ത്രീകളെ ഒരു ചൗക്കാളം വിരിച്ചിട്ട് ജയിലിനകത്തിട്ടൊക്കെയാണ്. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നാണല്ലോ, ഏതാണ്ട് അത് തന്നെ. കന്യാസ്ത്രീകൾ അറസ്റ്റിലായെന്നറിഞ്ഞതും മനസ്സിൽ ലഡ്ഡു പൊട്ടിയ ഇടത് വലത് മുന്നണികൾ രാഷ്ട്രീയ മുതലെടുപ്പിന് കേരളത്തിൽ കിടന്നങ്ങ് ഇഞ്ചോടിഞ്ചു പോരാട്ടം. കേരളത്തിൽ മുതലെടുപ്പ് തുടർന്നപ്പോൾ അനൂപ് ആന്റണി അങ്ങ് ഛത്തീസ്ഗഡിൽ ഇറക്കി BJPയുടെ നിർണായകമായ നീക്കം. ഛത്തീസ്ഗഡ് ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച, പിന്നെ എല്ലാം ശരവേഗത്തിൽ. പിടിച്ചില്ല കേട്ടോ അണ്ണന്മാർക്ക്, പൊളിഞ്ഞ്. കന്യാസ്ത്രീകളുടെ ജയിൽ മോചനത്തിന് ആവശ്യമായ ഇടപെടൽ BJP ഉറപ്പു നൽകുക കൂടി ചെയ്തതോടെ കേരളത്തിൽ കിടന്ന് ഷോ ഇറക്കിയിട്ട് കാര്യമില്ലെന്ന് ഇടതെമ്പിമാർക്ക് പിടികിട്ടി. ഉടൻ തന്നെ അങ്ങ് വച്ച് പിടിക്കാൻ തീരുമാനിച്ചു. പാക്ക് ചെയ്ത് വെച്ച പെട്ടിയും കുടുക്കയൊക്കെ അങ്ങ് എടുത്ത് ഇടതെമ്പിമാർ ഛത്തീസ്ഗഡിലേക്ക് പുറപ്പെട്ടു. പെട്ടിയും തലയിൽ വെച്ച് ബൃന്ദ കാരാട്ടും ജോസ് കെ മാണിയും റഹീമും സുനീറും രാധാകൃഷ്ണനും ഹാനി രാജ എല്ലാവരും കൂടി അങ്ങ് ഛത്തീസ്ഗഡിൽ എത്തി. ഒരു കട്ടിൽ വാങ്ങിക്കൊടുക്കാൻ ജയിലിനകത്ത് BJPയുടെ ഡബിൾ എഞ്ചിൻ സർക്കാരിന് ഈ പാവപ്പെട്ട 2 കന്യാസ്ത്രീകൾക്ക് ജയിലിനകത്ത് കിടക്കാനേ ഒരു കട്ടിൽ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ല അവർക്ക്. മനസ്സിലായില്ലേ? അതാ എൻ്റെ കാര്യം. അച്ചൂടാ, അത്രയ്ക്ക് കട്ടില് കൊടുക്കാൻ മുട്ടുന്നുണ്ടെങ്കിലേ സെക്രട്ടേറിയറ്റ് പഠിക്കല് എന്തോരം പാവങ്ങളാണ് റോഡിൽ കിടന്നും ഇരുന്നും മുരുണ്ടും ഒക്കെ സമരം ചെയ്യുന്നത്. അവർക്ക് 2 കട്ടിൽ അതങ്ങ് വാങ്ങിക്കൊടുത്തുകൂടെ? MPമാർക്കൊക്കെ ഫണ്ടുള്ളതല്ലേ. ഇനി അതും പറ്റില്ലെങ്കിലേ വയനാട് ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യരുണ്ട്. അവർക്കൊരു കട്ടിലെങ്കിലും വാങ്ങിച്ചു കൊടുക്ക്. 1 വർഷമായില്ലേ ആ പാവങ്ങൾ പെരുവഴിയിലായിട്ട്. അയ്യോ അണ്ണൻ നിർത്തണ്ട, തുടർന്നാട്ടെ, മെഴുകൽ തുടർന്നാട്ടെ. കേരളത്തിൽ സമാനമല്ലാന്ന് വസ്തുതാവിരുദ്ധമായ ജയില് ആരെ ജയിലിലിട്ടു എന്നിട്ട് എന്തെങ്കിലും പറയാതിരിക്കൂ. ആരെങ്കിലും ജയിലിലിട്ടോ? ഒരാളെ ജയിലിലിട്ടിട്ടില്ല അനാവശ്യമായി. ഇനി ഒരു കാര്യം അങ്ങനല്ല, ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഒത്തിരി മാധ്യമ സുഹൃത്തുക്കളെ ഒത്തില്ല ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. അങ്ങയുടെ ചാനൽ കയ്യിന്ന് പോകുമ്പോഴുള്ള ഒരു സ്ഥിര നമ്പറാണ്. നീ ഏതാ? നിന്റെ ചാനൽ ഏതാ? ആരെങ്കിലും വേണ്ടേ സാറേ ചോദിക്കാൻ? 2022 മനുഷ്യക്കടത്ത് കേസിൽ 2 കന്യാസ്ത്രീകളെയാണ് പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ സമരം ചെയ്യാനോ ഒരു ബൃന്ദ കാരാട്ടും വന്നില്ല, ഒരു റഹീമും വന്നില്ല. അത് ചോദിച്ചപ്പോൾ പിടിച്ചില്ല. പിന്നെ ഇത്രയും ഉത്തരവാദിത്ത ബോധമുള്ള ടീമിന് 3 മാസങ്ങൾക്ക് മുൻപ് പഹൽഗാമിൽ വസ്ത്രം പൊക്കി നോക്കി 24 പേരെ വെടിവെച്ചു കൊന്നപ്പോഴും, ബീഹാറിൽ ഹിന്ദു വിരുദ്ധ കലാപമുണ്ടായപ്പോഴും, ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ വെട്ടിക്കൊന്നപ്പോഴും എന്തിനിങ്ങ് കേരളത്തിലെ മുനമ്പത്ത് ക്രൈസ്തവരെ കാണാനും കണ്ണൊന്നും ഇല്ലായിരുന്നല്ലോ. എന്നിട്ടാണ് ഛത്തീസ്ഗഡിൽ നീതി നടപ്പാക്കൽ. എന്തായാലും ഛത്തീസ്ഗഡ് വരെ ഒന്ന് പോയതാണല്ലോ, ടൂറടിച്ചിട്ട് ഇങ്ങ് തിരിച്ചു പോരെ.